ഹായ്, ഓരോ ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസറ്റ് പ്രൊഫൈൽ അല്ലെങ്കിൽ അസറ്റ് മോഡൽ ക്രിയേഷൻ, അതേപോലെ അസറ്റ് ക്രിയേഷൻ, അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ, അതുപോലെ തന്നെ അക്കൗണ്ട്സ് മാപ്പിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ ഇതിൽ കാണിക്കാം. നമുക്കിവിടെ അസറ്റ് പ്രൊഫൈൽ അല്ലെങ്കിൽ അസറ്റ് മോഡൽ, അപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് ഓട്ടോ 18 വേർഷനിലാണ്. അതിൽ അസറ്റ് മോഡൽ എന്നാണുള്ളത്. മുമ്പത്തെ വേർഷനിലൊക്കെ അസറ്റ് പ്രൊഫൈലിനാണ്. അസറ്റ് പ്രൊഫൈൽ അല്ലെങ്കിൽ അസറ്റ് മോഡൽ, അതും അല്ലെങ്കിൽ അസറ്റ് കാറ്റഗറി എന്നൊക്കെ നമുക്ക് വിളിക്കാം. അതിൽ നമുക്കിപ്പോൾ എക്യുപ്മെൻറ്റ്സ് വരാം, മോട്ടോർ വെഹിക്കിൾസ്, അതുപോലെ ഫർണിച്ചേഴ്സ് ആൻഡ് ഫിക്ചേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിങ്സ്, എക്യുപ്മെൻറ്റ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. അതേപോലെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് അല്ലെങ്കിൽ മോഡൽസ് വരും. പിന്നെ ഓരോ മോഡലിൻ്റെ അസറ്റ് മോഡലിൻ്റെ അണ്ടറിൽ ഇൻഡിവിജ്വൽ അസറ്റ്സ് വരും. ഇതിൽ ഞാൻ മോട്ടോർ വെഹിക്കിളാണ് എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്നത്. അതിൽ കാർ ബി, കാർ സി എടുത്തിട്ടുണ്ട്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൽ ഫസ്റ്റ് അസറ്റ് പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ അക്കൗണ്ട് എങ്ങനെ മാപ്പ് ചെയ്യാം, ഡിപ്രീസിയേഷൻ ഷെഡ്യൂൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അസറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഇൻഡിവിജ്വൽ അസറ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യാം, അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഓട്ടോയിലേക്ക് പോകാം. അക്കൗണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ കോൺഫിഗറേഷനിൽ ഇവിടെ അസറ്റ് മോഡൽസ് വരുന്നുണ്ട്. അസറ്റ് മോഡൽസ് എടുക്കുമ്പം ഈ ഒരു സ്ക്രീനാണ് വരിക. ഇവിടെ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ അസറ്റിൻ്റെ മോഡൽ നെയിം കൊടുക്കാം, അതുപോലെ തന്നെ അക്കൗണ്ടുകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ അക്കൗണ്ടുകൾ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പോയിട്ട് അക്കൗണ്ടുകൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. കോൺഫിഗറേഷൻ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, ഞാൻ ഓൾറെഡി ഉള്ള ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇത് ഓൾറെഡി ഉള്ള ഫിക്സഡ് അസറ്റ് അക്കൗണ്ടാണ്. ഞാനിതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ കോഡ് സീക്വൻസ് ഫോളോ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ മോട്ടോർ വെഹിക്കിൾ എന്നുള്ള ലെഡ്ജർ നെയിം കൊടുത്തു. ടൈപ്പ് ഫിക്സഡ് അസറ്റ് ആണ്. ഇനി ഇതിൽ നമുക്ക് ഇവിടെ ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. ഓട്ടോമേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ 3 ഓപ്ഷനാണ്: ഓട്ടോമേറ്റ് അസറ്റ്, ക്രിയേറ്റ് ഇൻ ഡ്രാഫ്റ്റ്, ക്രിയേറ്റ് ആൻഡ് വാലിഡേറ്റ്. നോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അസറ്റ് മോഡൽ എൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞ ലെഡ്ജർ അല്ലെങ്കിൽ അക്കൗണ്ട് ആ ലൈനിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അസറ്റ് ക്രിയേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്ത് വാലിഡേറ്റ് ആവണോ എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഞാൻ ക്രിയേറ്റ് ഇൻ ഡ്രാഫ്റ്റ് കൊടുക്കുകയാണ്. ക്രിയേറ്റ് ഇൻ ഡ്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാനേജ് ഐറ്റംസ് ഉണ്ട്. ഈ മാനേജ് ഐറ്റംസിൻ്റെ കേസ് എന്ന് വരുന്നത്, ഇപ്പോൾ നമുക്കിപ്പം ഒരു പർച്ചേസ് ബില്ലിൽ തന്നെ മൾട്ടിപ്പിൾ അസറ്റ്സ് വരാം. മൾട്ടിപ്പിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ് തന്നെ. ഇപ്പോൾ ഒരു കാറ് എ എന്ന് പറഞ്ഞ കാറിന് നമുക്കിപ്പോൾ 2 ക്വാണ്ടിറ്റീസ് 3 ക്വാണ്ടിറ്റീസ് വരികയാണെങ്കിൽ കാറിൻ്റെ കേസിനെ കാണാം എക്യുപ്മെൻറ്റ്സൊക്കെയാണ്, ടൂൾസൊക്കെയാണ് ആ കേസ് വരിക. സിമിലർ ടൂൾസൊക്കെ മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റീസ് വരാം. ആ സമയത്ത് ഇൻഡിവിജ്വലായിട്ട് അസറ്റിനെ ക്രിയേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അത് കൺസോളിഡേറ്റ് ആയിട്ട് സിംഗിൾ അസറ്റായിട്ട് കണ്ടാൽ മതിയോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. മാനേജ് ഐറ്റംസ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ലൈനിലുണ്ടെങ്കിലും അത് സെപ്പറേറ്റ് അസറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരും. അതുപോലെ അസറ്റ് മോഡൽ ഇവിടെ സെലക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ ജസ്റ്റ് സേവ് ചെയ്ത് വെക്കാം. അസറ്റ് മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് മാപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടായി. ഇനി നമുക്ക് 2 അക്കൗണ്ടുകൾ കൂടെ വേണം. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വേണം, അതേപോലെ തന്നെ അതും ടൈപ്പ് ഫിക്സഡ് അസറ്റ് തന്നെയാണ് വരിക. പിന്നെ ഒരു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരണം. ഞാൻ അതിനെ ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾ എന്ന് കൊടുക്കും. ഇവിടെ ഞാൻ ഓട്ടോമേഷൻ നോ കൊടുക്കുകയാണ്. കാരണം ഈ അക്കൗണ്ട് നമ്മളെവിടെയും സെലക്ട് ചെയ്യുന്നില്ല. ബില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ അക്കൗണ്ടല്ല സെലക്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ 2 കേസ് വരുന്നുണ്ട്. അത് അഡ്വാൻസ് ആയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോകളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇതിൽ നമ്മൾ 3 അക്കൗണ്ട് വെച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നത്. ചില കേസിൽ 2 അക്കൗണ്ട് വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിളും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടാണ്. അത് ആക്ച്വലി എക്സ്പെൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഞാനിതിൽ ഓൾറെഡി ഉള്ള ഒരു എക്സ്പെൻസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഡിപ്രീസിയേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾ, ടൈപ്പ് ഞാൻ ഡിപ്രീസിയേഷൻ കൊടുത്തു, സേവ് ചെയ്തു. ഇപ്പോൾ 3 അക്കൗണ്ടുകൾ നമുക്കിപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ കോൺഫിഗറേഷനിൽ അസറ്റ് മോഡൽസ് എടുത്തു. ഇവിടെ മോട്ടോർ വെഹിക്കിൾ എന്ന് കൊടുത്തു. ഇനി നമുക്ക് അക്കൗണ്ട് മാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്ക് ഞാനിവിടെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾ കൊടുത്തു. എക്സ്പെൻസ് അക്കൗണ്ടിലേക്ക് ഡിപ്രീസിയേഷൻ കൊടുത്തു.
ഡിപ്രീസിയേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾ കൊടുത്തു. ജേണൽ നമുക്ക് വേണമെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മിസ്സലേനിയസ് ഓപ്പറേഷൻ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഫിക്സഡ് ജേണൽ നമുക്ക് ഫിക്സഡ് അസറ്റ് സെപ്പറേറ്റ് ജേണലായിട്ട് കാണുന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇവിടെയുള്ള ഡിപ്രീസിയേഷൻ മെത്തേഡാണ്. ഡിപ്രീസിയേഷൻ മെത്തേഡ് മെയിനായിട്ട് 3 ഇതിൽ വരുന്നത്: സ്ട്രെയിറ്റ് ലൈൻ, ഡിക്ലൈനിങ്, ദെൻ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിഫോം ആണ്. ഡിക്ലൈനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഇവിടെ ഡ്യൂറേഷൻ 5 വർഷത്തേക്ക് ആണ് എൻട്രീസ് വരിക. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഇപ്പം ഒരു 5,000 ആണ് നമ്മൾ അസറ്റ് വാല്യൂ എങ്കിൽ എല്ലാ വർഷവും 1,000 ഡിപ്രീസിയേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലാണ് വരിക. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ 5 ആണ് കൊടുക്കുന്നതെങ്കിൽ. ഇനി കമ്പ്യൂട്ടേഷൻ ഉണ്ട്, നോ പ്രോറാട്ട, അതുപോലെ കോൺസ്റ്റൻറ്റ് പീരിയഡ്സ് ബേസ്ഡ് ഓൺ ഡേയ്സ് പെർ പീരീഡ്. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് പീരീഡിൽ തന്നെ നമുക്ക് മന്ത്ലി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മന്ത് കൊടുക്കാം. ഇപ്പം GCC കൺട്രീസിലൊക്കെ നോർമലി മന്ത്ലി എടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം 5 വർഷത്തേക്കാണെങ്കിൽ 60 വരും. 60 മന്ത് എന്ന് പറയുമ്പോൾ ഓരോ മാസവും ഒരു എൻട്രി വെച്ചിട്ട് 12 മാസം, ഒരു വർഷം 12 എൻട്രീസ് വരും. അതുപോലെ 5 വർഷത്തേക്ക് 60 എൻട്രീസ് വരും. ഇങ്ങനെ കൊടുക്കാം. ഞാനിവിടെ ഇയർ മാത്രം കൊടുക്കാം, 5 ആണ് കൊടുക്കുന്നത്. ഇനി അതല്ല, നമുക്ക് ഡിക്ലൈനിങ് ആണ് എടുക്കുന്നത്. പെർസെൻറ്റേജ് വെച്ചിട്ടാണെങ്കിൽ ഡിക്ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഡിക്ലൈനിങ് ഫാക്ടർ വരുന്നുണ്ട്. ഇപ്പോൾ 10%, 20%, 30% കൊടുക്കാം. അതിനനുസരിച്ചിട്ട് വരും. ഇവിടെ ഞാൻ യൂണിഫോമിൻ്റെത് നോക്കാം. ഇവിടെ നോട്ട് ഡിപ്രീഷ്യബിൾ വാല്യൂ പെർസെൻറ്റേജ് വരുന്നുണ്ട്. അതായത് നമുക്കിപ്പം ചില കേസിൽ കംപ്ലീറ്റ്ലി 100% ഡിപ്രീഷിയേറ്റ് ഇത് പോവാത്ത അസറ്റുകൾ ഉണ്ടാവാം. നമുക്കൊരു വാല്യൂ, അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എന്നൊക്കെ പറയാം. ആ വാല്യൂ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഫീൽഡ് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ 5 ഇയേഴ്സ് കൊടുത്തു, സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു, ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെയാണ്, സേവ് ചെയ്തു. ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞതിൽ അസറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു, അസറ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്തു, അക്കൗണ്ട് മാപ്പ് ചെയ്തു, ഡിപ്രീസിയേഷൻ ഷെഡ്യൂൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അസറ്റ് പർച്ചേസ് ചെയ്യണം. 2 കേസ് വരാം. പുതിയ അസറ്റ് ആണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് ആ രീതിയിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതല്ല, ഓൾറെഡി ഉള്ള അസറ്റ് ആണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അസറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് പർച്ചേസിൻ്റെ കേസ് നോക്കാം ആദ്യം. ആദ്യമായിട്ട് വെൻഡേഴ്സിൽ ബിൽസിൽ പോവാം. ചില കേസിൽ PO ക്രിയേറ്റ് ചെയ്ത് അതുപോലെ തന്നെ ബില്ല് ക്രിയേറ്റ് ചെയ്യുന്ന കേസ് ഉണ്ടാവാം. ഇതിൽ നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി ബില്ല് ക്രിയേറ്റ് ചെയ്യണം. വെൻഡേഴ്സ് ബിൽസ് ന്യൂ കൊടുത്തു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വെൻഡേഴ്സിൽ വന്നു. ഓൾറെഡി ഒരു സപ്ലയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ന്യൂ സപ്ലയർ. അവരെ സെലക്ട് ചെയ്തു. ബിൽ റെഫറൻസ് കൊടുക്കാം, ബിൽ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ആഡ് ലൈനിൽ പ്രൊഡക്റ്റ്. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാം. പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം നിർബന്ധമില്ല, അല്ലെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. എക്സാമ്പിൾ ഞാനിവിടെ കാർ A എന്ന് കൊടുത്തു. കാർ A ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ അക്കൗണ്ട് എന്നുള്ളിടത്തിൽ ഇവിടെ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. അക്കൗണ്ട് എന്നുള്ളിടത്തിൽ ഞാൻ നമ്മുടെ അസറ്റ് അക്കൗണ്ട് കൊടുക്കുകയാണ്. അസറ്റ് അക്കൗണ്ടിലേക്കാണ് ഇത് പോകേണ്ടത്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ കൊടുത്തു. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഞാനിവിടെ ഒരു $50,000 കൊടുത്തു, $50,000. ദെൻ ഈ ബില്ല് ഞാൻ കൺഫേം ചെയ്യുകയാണ്. കൺഫേം ചെയ്യുന്ന സമയത്ത് ഈ മോട്ടോർ വെഹിക്കിൾ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് അവിടെ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ. അതുകൊണ്ട് മേലെ ഇവിടെ അസറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അസറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റും കാർ എന്ന് പറഞ്ഞ അസറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ വാല്യൂ 50,000 ആണ്. അക്വസിഷൻ ഡേറ്റ്, ബിൽ ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ബുക്ക് വാല്യൂ 50,000 വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അസറ്റ് മോഡൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. മോട്ടോർ വെഹിക്കിൾ അസറ്റ് മോഡൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഓട്ടോമാറ്റിക് അക്കൗണ്ടുകൾ മാപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി കോസ്റ്റ് സെൻറ്റർ വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് സെൻറ്റർ ഇവിടെ കൊടുക്കാൻ പറ്റും. ഈ കോസ്റ്റ് സെൻറ്റർ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിവിടെ ബിൽസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ഷെഡ്യൂൾ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടർ ഡിപ്രീസിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ബോർഡ് എന്ന് പറഞ്ഞൊരു പുതിയ ടാബ് വരും. ആ ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മനസ്സിലാവും 31/12/2025 ഈ ഇയർ എൻഡ് ആവുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ ഒരു വാല്യൂ വരുന്നത്. ഡിപ്രീസിയേഷൻ എത്രയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ക്യുമുലേറ്റീവ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ഇപ്പോൾ മാർച്ചിൽ ആ ഡിപ്രീസിയേഷൻ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. ബുക്ക് വാല്യൂ ബുക്കിംഗ് ഡേറ്റ്, അതായത് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത ഡേറ്റ് മിഡിൽ ആയതുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് ഇയർ മുതൽ കംപ്ലീറ്റ് എമൗണ്ട് എടുത്തിട്ട് ലാസ്റ്റ് ഇയറിലത് ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോകും ആ പർട്ടിക്കുലർ എമൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കേസ് വരുന്നത്. ഇനി നമ്മൾ ഈ അസറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡിപ്രീസിയേഷൻ റണ്ണിങ്ങിലേക്ക് മാറി. അപ്പം പിന്നെ എൻട്രി സെർവർ ആക്ഷൻ വെച്ചിട്ട് ഓട്ടോമാറ്റിക് ഷെഡ്യൂൾഡ് ആക്ഷൻ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ജനറേറ്റ് ചെയ്തോളും.
ഞാൻ ഈ ജേണൽ എൻട്രിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റും, ഇത് ഡ്രാഫ്റ്റിലാണുള്ളത്. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇയർ എൻഡ് ആകുന്ന സമയത്ത് ഇയർ എൻട്രി ഓട്ടോമാറ്റിക് സിസ്റ്റം ജനറേറ്റ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇങ്ങനെയാണ് അസറ്റ് പർച്ചേസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് അസറ്റ് ക്രിയേറ്റ് ആയിട്ട് ഡിപ്രീസിയേഷൻ ഷെഡ്യൂൾ വരുന്നത്. ഇനി അതല്ല, നമ്മളിപ്പം ലാസ്റ്റ് കേസ്, ഇതിലുള്ള ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് അസറ്റ് ക്രിയേഷനാണ്. ഇപ്പോൾ ഡയറക്റ്റ് അസറ്റ് ക്രിയേറ്റ് ചെയ്യാണ്, പുതിയ അസറ്റ് അല്ല, ഓൾറെഡി നമുക്കുള്ള അസറ്റാണ്. ഇൻ ബിറ്റ്വീൻ നമ്മൾ ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അസറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടിങ്ങിൽ അസറ്റ് എടുക്കുക, ന്യൂ കൊടുക്കുക, ഇവിടെ ഞാൻ കാർ B കൊടുക്കാം. ദെൻ ഒറിജിനൽ വാല്യൂ നമ്മൾ മാനുവലി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 40,000 കൊടുത്തു. അക്വസിഷൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അസറ്റ് മോഡൽ കൊടുക്കാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സെയിം, നമ്മൾ നേരത്തെ ചെയ്ത സെയിം കൺസെപ്റ്റ് തന്നെ. ഞാനിതിന് കമ്പ്യൂട്ടർ ഡിപ്രീസിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 40,000 ഡിപ്രീസിയേഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരും. ഞാൻ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അത് റണ്ണിങ്ങിലേക്ക് മാറി. വേറെ വ്യത്യാസമൊന്നുമില്ല. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബില്ലിന്ന് ഡയറക്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി അസറ്റ് ക്രിയേറ്റ് ആയി വരും. അതല്ല ഡയറക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഡയറക്റ്റ് ക്രിയേറ്റ് ആവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.